ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടാമൻസ് ബി-സൈഡ് അനിമയുടെ 3-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ടെലിവിഷൻ ഷോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാമനും യൂരിയും കൂടെ കൂടിയിട്ട് ഒരു ഫണ്ണായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് പോലെ ആയിരിക്കും ആ ഷോയിൽ ചെയ്യുന്നുണ്ടാവുക. ആ ഷോ ഫോണിൽ കണ്ട് ചിരിക്കുവാണ് കിനോഷിത. അങ്ങനെ ആ ഷോയില് അവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് കണ്ടിട്ട് അവര് തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അവർ രണ്ടുപേരും എപ്പോഴും ഇതേപോലെ ഇരിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിനോഷിത. അങ്ങനെ അവള് ഫോൺ എടുത്ത് ടാമന്റെ പോസ്റ്റിന്റെ സൈഡിലേക്ക് പോകുമ്പോഴത്തേനും അതിൽ നീ എനിക്ക് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കിടക്കുകയാണ്. പെട്ടെന്ന് കിനോഷിതയ്ക്ക് ടാമൻ കിനോഷിതേന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഓർക്കുവാണ്, നീ എനിക്ക് സ്പെഷ്യൽ ആണെന്നുള്ള കാര്യം. കിനോഷിത പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ്, ഇല്ല 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 അങ്ങനെയൊന്നുമില്ല, അത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത നെക്ലസ് ആണ്, അത്രേ ഉള്ളൂ. പക്ഷേ അവൻ എന്തിനാണ് അതിൽ ഉമ്മ വെച്ചത്? അത് മാത്രമല്ല, അവനെന്തിനാ നാഷണൽ ടെലിവിഷൻ ചാനലിൽ പോകുമ്പോ ആ നെക്ലസ് ഇട്ട് പോകുന്നേ? എല്ലാത്തിനും മുൻപ് അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഞാൻ സ്പെഷ്യൽ ആണെന്ന്? അതിന് ശരിക്കുള്ള മീനിങ് എന്തായിരിക്കും എന്നൊക്കെ കിനോഷിത മനസ്സിൽ വിചാരിക്കുവാണ്. അത് കഴിഞ്ഞ് പതിവ് പോലെ ടാമൻ ഗ്ലൂമി ഹാറയായിട്ട് അവിടെ ഇരിക്കുവാണ്. കിനോഷിത അവന്റെ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുവാണ്. ടാമൻ അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഷോയ്ക്ക് വേണ്ട സ്ക്രിപ്റ്റ് എഴുതിയും കൊണ്ടിരിക്കുമായിരിക്കും. കാരണം അവൻ ആ ഷോയിൽ പോയിട്ട് യൂറിയുടെ കൂടെ പെർഫോം ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അവൻ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. കിനോഷിത അത് നോക്കിയിട്ട്, നീയും യൂരിയും കുറച്ചും കൂടെ ക്ലോസ് ആണെന്നാണ് ഞാൻ കരുതിയത്. അത് കേട്ടപാട് ടാമൻ അവളുടെ കാലിൽ വീണിട്ട്, എന്നോട് ക്ഷമിക്കേ, നിന്റെ ഡ്രീംസ് ഒക്കെ ഞാൻ ഇല്ലാണ്ടാക്കി. അവൻ പതിവ് പോലെ കിടന്ന് കാറുവാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യ്, എന്നെ എന്തെങ്കിലും ക്രിമിനൽ കേസിന് കൊണ്ടിട്ട് ഉള്ളിലിടുന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ടപാട് കിനോഷിത അവന് നല്ലപോലെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. നിന്റെ ആക്ടിങ് ഒക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അതുമില്ലാണ്ട് നീ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റും വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പോയി നിനക്ക് ഡിന്നറിനുള്ള ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കിനോഷിത അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ രാത്രിയായി അവള് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇത് ആറുന്നതിന്റെ മുൻപേ കഴിക്കണേന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ അവള് ടാമിനെ കുറിച്ച് ആലോചിച്ച് നടന്നു പോകുമ്പോഴത്തേനും പെട്ടെന്ന് ഒരാളെ ഇടിക്കുവാണ്. എന്നോട് ക്ഷമിക്കണേ, ഞാൻ അറിയാതെ വന്ന് ഇടിച്ചതാണ്. അപ്പൊ ആ ചെറുക്കൻ, അത് കുഴപ്പമില്ല, നീ ഓക്കെ അല്ലേ, നിനക്ക് എവിടെയും വേദനിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലെ പിടിക്കുവാണ്. അപ്പൊ നോക്കുമ്പോ അത് യൂറി ആയിരിക്കും. അവന്റെ നല്ല രൂപഭാവവും എല്ലാം കൊണ്ടും അവൻ ഫേസിലത്തെ പ്രിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ അവന്റെ പാരന്റ്സും വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. യൂറി അവന്റെ ഗ്രേഡ് സ്കൂൾ തൊട്ടിട്ട് ടിവിയിലുള്ള ആഡ്സും ഷോസും ഒക്കെ അവൻ ചെയ്യാറുണ്ട്. അതേപോലെ അവന് വളരെ നല്ലൊരു ഫാൻ ബേസും ഉണ്ട്. അതെ, അത് ഇവൻ തന്നെയാണ് എന്ന് പറഞ്ഞ് കിനോഷിത വായു പൊളിച്ചിരിക്കുവാണ് അവിടെ. പെട്ടെന്നാണ് അവൾക്ക് അവരുടെ കൈകൾ തമ്മിൽ ഒന്നിച്ചാണ് ഇരിക്കണേന്ന് മനസ്സിലാവുന്നത്. അവള് മനസ്സില്, യൂറി നിങ്ങളുടെ കൈകൾ ടാമോന് വേണ്ടി മാത്രം വെക്കുക എന്നവള് മനസ്സിൽ പറയുവാണ്. എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് അവള് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം ഓടുവാണ്. അവളറിയാണ്ട് അവളുടെ വിശറി അവിടെ വീണു പോവുകയാണ്. അപ്പോ അവൾ എന്തായാലും ഒരു ഫാൻ ആയിരിക്കും എന്ന് യൂറിക്ക് മനസ്സിലാവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോഴത്തേനും കിനോഷിതയ്ക്ക് മനസ്സിലാവുകയാണ് അവളുടെ വിശറി അവൾ എവിടെയോ മിസ്സായിക്കിന്ന്. അവളത് ടാമന്റെ വീട്ടിൽ മിസ്സാക്കിയിട്ടുണ്ടാവും കരുതുവാണ്. അങ്ങനെ ടാമന്റെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെൽ അടിക്കുമ്പോ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് അവള് തന്നെ വാതിൽ തുറന്ന് ഉള്ളിലോട്ട് പോവുകയാണ്. ഈ സമയത്ത് ടാമന്റെ വീട്ടിൽ കയറിപ്പോ അവൾക്ക് നല്ല മടിയുണ്ടാവും. അവൾ അങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേനും ടാമൻ അവിടെ കിടന്ന് ആരോ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നത് കേൾക്കുവാണ്. അവൾ അവളുടെ കയ്യിലുള്ള ഒരു ടോർച്ച് ഓൺ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. നീ എന്താണ് ഇത്ര വൈകുന്നത്? മന്ദബുദ്ധി എന്ന് പറഞ്ഞ് കാറുന്നത് വേറെ ആരും ആയിരിക്കില്ല, യൂറി ആയിരിക്കും. ഇന്നത്തെ ഷൂട്ട് ഞാൻ നിന്നെ കൊണ്ട് മടുത്തു. ഇതൊക്കെ കേട്ടിട്ട് ടാമൻ ഒന്നും മിണ്ടുന്നില്ല. അവൻ പേടിച്ച് എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ട് വായും പൊളിച്ചു നിൽക്കുവാണ് നമ്മുടെ കിനോഷിത. അങ്ങനെ കിനോഷിത വന്നത് അവര് കാണുവാണ്. പെട്ടെന്ന് യൂരി അവൻ പറഞ്ഞതിന് അങ്ങനെ തലതിരിക്കുകയാണ്. ഓ, ഇന്ന് എന്തൊരു ചൂടുള്ള ദിവസമാണ് അല്ലേ, നീ ഇത്ര കഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല ടാമൻ. അത് കേൾക്കുമ്പോ കിനോഷിതയ്ക്ക് ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഓ, ഇത് നീയല്ലേ, നമ്മള് തമ്മിൽ നേരത്തെ കൂട്ടിയിടിച്ചതല്ലേ, നീ നിന്നെ വിശറി തെരഞ്ഞു വന്നതല്ലേ, ഇതാ വളരെ നന്നായിട്ടുണ്ട് ഈ വിശറി എന്ന് പറഞ്ഞിട്ട് യൂറി കിനോഷിതയ്ക്ക് ആ വിശറി കൊടുക്കുവാണ്. കിനോഷിത ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് അവിടെ. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയതുപോലെ നിനക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ശരിയല്ലേ ടാമൻ? അത് കേൾക്കുമ്പോഴത്തേനും കിനോഷിതയ്ക്ക് ദേഷ്യം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല. നീ അവനെ അടിക്കായിരുന്നില്ലേ? പെട്ടെന്ന് അവിടെ ട്രാൻസ്ഫർമേഷൻ നടക്കുവാണ്. അവള് ടാമന്റെ പ്രീസ്റ്റായി മാറുവാണ്. ഇതൊരിക്കലും ക്ഷമിക്കാനാവില്ല, ഞാൻ ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല, നീ ടാമനെ അടിച്ചൂലേ? പെട്ടെന്ന് ടാമൻ അവളുടെ അടുത്ത്, കിനോഷിത
പ്ലീസ് ഒന്ന് കാം ഡൗൺ ആക്, എനിക്ക് ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് കിനോഷിത ഒരു മോൺസ്റ്റർ ആയിട്ട് യൂറിനെ കയ്യിൽ പിടിച്ച് പൊക്കിയിട്ട് അതെന്നെ വേദനിപ്പിക്കുന്നു. ഇത്രയും പവിത്രമായ എന്റെ ദൈവത്തിന്റെ തലയിൽ നിനക്ക് എങ്ങനെ അടിക്കാൻ തോന്നി? ഇവിടെ നിന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് കിനോഷിത അവനെ വെളിയിൽ വലിച്ചെറിയുവാണ്. യൂറിക്കാണെങ്കിൽ ദേഷ്യം കയറി അങ്ങ് പീക്ക് ലെവലിൽ എത്തുവാണ്. കിനോഷിത ടാമിന്റെ അടുത്ത്, ടാമൻ നീ ഓക്കെ അല്ലേ? അല്ലെങ്കിലേ നിന്റെ സ്കാൽപ്പ് മുഴുവൻ ബ്ലീച്ചിങ് ചെയ്ത് ഡാമേജ്ഡ് ആണ്. ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് ടാമൻ പറയുവാണ്. യൂറി എപ്പോഴും ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കത് ശീലമായി, ഇതൊന്നും ശീലാക്കാൻ പാടില്ല എന്ന് കിനോഷിത പറയുവാണ്. അങ്ങനെ അവര് സംസാരിച്ച് നിൽക്കുമ്പോഴത്തേനും യൂറി ആ വാതില് ചവിട്ടി പൊട്ടിച്ച് ഉള്ളിലോട്ട് വരുവാണ്. എന്നെ ഇങ്ങനെ പുറത്താക്കാൻ നിനക്ക് എവിടെന്നാ ഇത്ര ധൈര്യം? എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല. ഇവിടെ എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് എന്നോട് സോറി ചോദിക്കും പൊട്ടന്മാരെന്ന് പറയുവാണ്. അത് കേട്ടപാട് ടാമൻ അവന്റെ കാലിൽ വീണിട്ട് എന്നോട് ക്ഷമിക്കെന്ന് പറയുവാണ്. എല്ലാത്തിനും കാരണം ഞാനാണ്. നാളത്തെ ഷൂട്ട് നശിപ്പിച്ചതിന് എന്തായാലും എന്റെ പേരിൽ ബ്ലാക്ക് മാർക്ക് വീഴും. ഇത് കേട്ടത് കിനോഷിത വന്ന് ടാമനെ മോട്ടിവേറ്റ് ചെയ്യാണ്. നീ പേടിക്കണ്ട, നിന്നെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. അത് കേൾക്കുമ്പോഴത്തേനും യൂറിക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾ എന്നെ ഇഗ്നോർ ചെയ്യുവാണോ? യൂറി കിനോഷിതന്റെ അടുത്ത് നീ ആരാന്ന് ചോദിക്കുവാണ്. ഞാൻ ടാമന്റെ ഹൗസ് കീപ്പർ ആണ്. ഓ, നീ വെറും ഒരു ഹൗസ് കീപ്പർ മാത്രാണല്ലേ? ആരാധകര് പോലും ഇങ്ങനെ ഒരു വിശറിയും വെച്ച് നടക്കാറില്ല. എനിക്ക് ഊഹിച്ചു പോലും നോക്കേണ്ട കാര്യമില്ല. നീ ആ പ്രാന്തന്റെ ആരാധകയല്ലേ? ആ അതേന്ന് കിനോഷിത പറയുവാണ്. എന്നിട്ട് യൂറി ടാമന്റെ ഊടിയിൽ പിടിച്ച് പൊക്കിയിട്ട്, ഇതിലെന്താണ് ഇത്ര നല്ല കാര്യം? ഇവൻ പബ്ലിക്കിൽ വെച്ച് നടക്കുന്നതിനെ കഴിഞ്ഞും വളരെ വ്യത്യസ്തനായ ഒരാളാണ്. എല്ലാ സാഹചര്യത്തിലും ഇവൻ ഒരു പരാജിതനാണ്. ശരിക്കും പറഞ്ഞ ഇവനെ പോലെയുള്ള ഒരാൾ ഞങ്ങളുടെ ടീമിന്റെ സെന്ററായി ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കിനോഷിത പെട്ടെന്ന് വന്ന് അവന്റെ കൈയിൽ തട്ടിയിട്ട്, നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ടാമൻ ലോകത്തിൽ എവിടെയാണോ നിൽക്കുന്നത് അതാണ് ആ ലോകത്തിന്റെ സെന്റർ. ഇതിൽ അവൻ സെക്സിയാണോ ഒരു തോൽവിയാണോ എന്നതൊന്നും പ്രശ്നമല്ല. അത് കേൾക്കുമ്പോഴത്തേന് യൂറിക്ക് ദേഷ്യം വരുവാണ്. നീ എന്താ ഈ പറയുന്നേ? അപ്പോൾ അവന്റെ വ്യക്തിത്വത്തിനെ കുറിച്ചൊന്നും നിനക്ക് താല്പര്യമില്ലേ? ആരോട് ഇടപെട്ടാലും പുഞ്ചിരിച്ചോണ്ട് നിൽക്കുന്ന കഴുത. നിനക്ക് അഭിമാനത്തിന്റെ ഒരു കണിക പോലും ഇല്ല. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് കിനോഷിതയ്ക്ക് അങ്ങ് ദേഷ്യം കേറുവാണ്. പെട്ടെന്ന് ടാമൻ അവരുടെ ഇടയിൽ കയറി നിന്നിട്ട്, ടാമൻ ഒരു ദൈവമാണ്. അത് കേട്ടപാട് രണ്ടുപേരും എന്തെന്ന് ചോദിക്കുവാണ്. അപ്പൊ ടാമൻ, കിനോഷിത അങ്ങനെയല്ല. അവളെ ഭ്രാന്തിന്ന് വിളിച്ചാൽ പോലും അവൾക്ക് അതൊരു പ്രശ്നമല്ല. അവൾക്ക് ശരിക്കും ദയയും ധൈര്യവുമുള്ള ആളാണ്. മറ്റൊരാൾക്ക് വേണ്ടി അവൾ ദേഷ്യപ്പെടാനും പോവാറുണ്ട്. എന്നിട്ട് ടാമൻ കിനോഷിതയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാണ്. പെട്ടെന്നാണ് അവിടേക്ക് അവരുടെ മാനേജർ വരുന്നത്. എടാ യൂറി, നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ കഥവും സാധനങ്ങളൊക്കെ ഇങ്ങനെ തല്ലി പൊട്ടിക്കരുതെന്ന്. ഇനിയിപ്പൊ ഈ ഡോറിന് ഞാൻ എന്താ ചെയ്യാ? നീ വേഗം ഒരു കാര്യം ചെയ്, ഈ ബബിൾ ടീ ഒന്ന് കുടിച്ചിട്ട് കാം ഡൗൺ ആക് എന്ന് പറഞ്ഞ് അവന് ബബിൾ ടീ കൊണ്ടുവന്ന് കൊടുക്കുവാണ് മാനേജര്. ടാമൻ അവിടെ നിന്നിട്ട്, എന്നോട് ക്ഷമിക്ക്, അറിയാണ്ട് ഞാൻ എന്റെ ഹൃദയം ഒന്ന് തുറന്നുപോയി. ഇനി എന്റെ വീട്ടിലെ ഡോറ് ഓപ്പൺ ആയിട്ട് ഇരുന്നാൽ പോലും ഞാൻ എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് അവൻ വിഷമിക്കുമ്പോഴത്തേനും കിനോഷിത അവനെ തട്ടിയിട്ട് അവളുടെ വിശറി എടുത്ത് കാണിക്കുവാണ്. അത് കഴിഞ്ഞ് ടാമൻ അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതുവാണ്. മാനേജർ ആ തല്ലിപ്പൊട്ടിച്ച ഡോറിനെ എങ്ങനെയൊക്കെയോ ഫിക്സ് ആക്കിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് കിനോഷിത ടാമിന്റെ അടുത്ത് ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ്. ടാമൻ അവളുടെ അടുത്ത് താങ്ക്സ് പറയുവാണ്. നിനക്ക് ഇവന്റെ ഒപ്പം ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ ഓക്കെ തന്നെയാണോ എന്ന് കിനോഷിത ചോദിക്കുവാണ്. ഇല്ല കുഴപ്പമില്ല, യൂറി ഇപ്പൊ അവന്റെ വീട്ടിലോട്ട് പോയിക്കോളും. എന്നാ കുഴപ്പമില്ല എന്ന് കിനോഷിത പറയുവാണ്. പെട്ടെന്ന് ടാമൻ കിനോഷിത എന്ന് വിളിക്കുവാണ്. അവൾ എന്താന്ന് ചോദിക്കുമ്പോ ടാമൻ ഒരു പുഞ്ചിരിച്ചിട്ട് ഒന്നുമില്ലാന്ന് പറയുവാണ്. എന്നാ ശരിയെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേനും അവളുടെ ബാഗിൽ പിടിച്ച് വലിക്കുവാണ് ടാമൻ. ഞാൻ എന്റെ നാളത്തെ ഷൂട്ടില് നന്നായി തന്നെ പെർഫോം ചെയ്യും, നീ എന്തായാലും കാണണേ. അത് കേൾക്കുമ്പോ കിനോഷിതയ്ക്ക് ഒരുപാട് സന്തോഷാവും. അങ്ങനെ കിനോഷിത സന്തോഷത്തില് ലിഫ്റ്റിൽ പോകുമ്പോഴത്തേനും യൂറി അതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് യൂറി അവളെ ബ്ലോക്ക് ചെയ്യുവാണ് അവിടെ. നീ ഇന്ന് കണ്ടതൊക്കെ ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് പോലും പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടാകരുത്. നീ നിന്റെ യഥാർത്ഥ സ്വഭാവം കണ്ടതിനെ കുറിച്ചാണോ പറയുന്നേ? ഞാനത് ആരോടും പറയില്ല. നീ നിന്റെ വായ അടച്ചു പിടിക്കാൻ നിനക്ക് എന്താണ് വേണ്ടതെന്ന് യൂറി ചോദിക്കുവാണ്. ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത് ഞാനിത് ആരോടും പറയില്ലാന്ന്. ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. അവനെ കൊണ്ട് നീ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണോ? ഞാൻ എന്തു പറഞ്ഞാലും അവൻ ചെയ്യും. അത് പറഞ്ഞ് തീരുമ്പത്തേനും കിനോഷിത അവന്റെ കോളറിൽ പിടിച്ചമർത്തിയിട്ട്, ഇനി എങ്ങാനും ടാമനെ നീ ഇൻസൾട്ട് ചെയ്താ നിന്റെ ജീവൻ അപ്പ തീരും. പെട്ടെന്ന് യൂരി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെന്താ ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നേ? കിനോഷിത അവനോട് പിന്നെയും പറയുവാണ്, നീ എപ്പോഴും അവനോട് ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ പറയണം. പിന്നെ
നീ നിന്റെ യഥാർത്ഥ സ്വഭാവത്തെ കുറിച്ച് ഇത്ര വെറീഡ് ആവുന്നില്ലേ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാരെ പറ്റി ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ആരോടും നിന്നെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ പേടിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് കിനോഷിത അവിടെ നിന്ന് പോവുകയാണ്. യൂറി വളരെ ദേഷ്യത്തിലായിരിക്കും ആ സമയം. അടുത്ത സീനില് കിനോഷിത സ്കൂളിലായിരിക്കും. അവരുടെ സമ്മർ വെക്കേഷൻ തുടങ്ങുകയായിരിക്കും. കിനോഷിത മനസ്സില് യൂറിനെ കുറിച്ചും ടാമിനെ കുറിച്ചും ആലോചിക്കുവാണ്. ഒരു എനിമീനെ എങ്ങനെയാണ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ സാധിക്കുക? പെട്ടെന്ന് ഫേസിന്റെ ഒഫീഷ്യൽ ചാനലിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വരുവാണ്. അടുത്ത സോങ് ഷൂട്ടിനുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫേസിലുള്ള ടീം മെമ്പേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പുതിയതായി ഇറങ്ങുന്ന സോങ്ങില് ആരായിരിക്കും സെന്ററിന് പുതിയതായിട്ട് സെലക്ട് ചെയ്യാൻ പോവുകയെന്നായിരിക്കും അതിന്റെ അപ്ഡേറ്റ് വരുന്നുണ്ടാവുക. അത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്ക് ആവുകയാണ്. കാരണം ഫേസ് ടീമില് പെർമനന്റ് ആയിട്ടുള്ള സെന്റർ ടാമിനായിരിക്കും. അങ്ങനെ ഫേസ് ടീമില് പുതിയ സെന്ററിനെ കണ്ടുപിടിക്കാനുള്ള പരിപാടി 5 എപ്പിസോഡ്സ് ഉണ്ടാവും. ജൂലൈ 22 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നേ. അത് കേട്ട് ടെൻഷൻ താങ്ങാനാവാണ്ട് കിനോഷിത പെട്ടെന്ന് ടാമന്റെ വീട്ടിലോട്ട് പോവാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? നീ സെന്റർ ആയിട്ടിരിക്കുമ്പോ പിന്നെന്തിനാ വേറെ ഒരാളെ സെലക്ട് ചെയ്യാൻ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കിനോഷിത അവിടെ കിടന്ന് കാറുവാണ്. ടാമൻ ഒന്ന് കാം ഡൗൺ ആകും കിനോഷിത. യൂറിക്ക് ഈ ടീമിലെ സെന്ററായി നിൽക്കണമെന്ന് കുറച്ചു കാലങ്ങളായി ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. യൂറി നല്ല പോപ്പുലറും ടാലന്റഡും ആണ്. അതുകൊണ്ട് അവനായിരിക്കും കറക്റ്റ് ഫിറ്റ് സെന്റർ ആവാൻ. അത് കേൾക്കുമ്പോഴത്തേനും അവള് യൂറിനെ പറ്റി ചിന്തിക്കുവാണ്. അവൾക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് എന്നെ അവര് ചൂസ് ചെയ്തില്ലെങ്കിലും ഞാൻ ആരെയും കുറ്റം പറയാൻ പോവില്ല. എന്നിട്ട് അവൻ പറയണ കേട്ടിട്ട് അവൾ അവന്റെ ഊടിയിൽ പിടിച്ച് വലിച്ച്, ഇത് നോക്ക്, എന്തു വന്നാലും ഞങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. നിനക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരെയും ചിരിപ്പിക്കണ്ടേ? നീ എല്ലാം വിട്ടുകൊടുക്കാൻ പോവുകയാണോ? ശരിക്കും പറഞ്ഞ ഈ പ്രോജക്റ്റ് തീരുമാനിച്ചപ്പോ തൊട്ട് ഞാൻ കരച്ചിലോട് കരച്ചിലാണ്. ഞാൻ കരഞ്ഞു എന്റെ പില്ലോ വരെ നനഞ്ഞു പോയി. അത് കഴിഞ്ഞ് കിനോഷിതയുടെ ഫ്രണ്ട്സും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ആ പ്രോഗ്രാമിനെ പറ്റി ഡിസ്കസ് ചെയ്യുവാണ്. എന്തു വന്നാലും ടാമിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുവാണ് അവര്. അങ്ങനെ ആ ഷോ അവിടെ തുടങ്ങുവാണ്. പുതിയ സോങ്ങിന്റെ പേര് റെയിൻ ആണ്. ആ സോങ്ങിലെ വരികൾ ഹാർട്ട് ബ്രേക്കിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റത്തെ എപ്പിസോഡ് ഹാർട്ട് ടേക്ക് എന്ന് പറഞ്ഞ തീമുമായി ബന്ധമുള്ള വിഷ്വൽ ബാറ്റിൽ ആയിരിക്കും ഇപ്പൊ നടക്കുന്നുണ്ടാവുക. ഇവരിൽ ആർക്കാണ് ഈ പാട്ടിലെ വരികൾ എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ജഡ്ജസ് ഡാൻസ് എക്സ്പെർട്ട്, സിംഗിങ് എക്സ്പെർട്ട് അവരുടെ പോയിന്റുകൾ നൽകുന്നതായിരിക്കും. ആദ്യം വരാൻ പോകുന്നത് യൂറിയാണ്. ഈ ഷോർട്ട് സ്ക്രിപ്റ്റ് വായിച്ച് ഹാർട്ട് നന്നായി തന്നെ എക്സ്പ്രസ് ചെയ്യണം. നീ റെഡിയല്ലേ എന്നാ വുമൺ ചോദിക്കുവാണ്. അങ്ങനെ യൂറി ആക്ടിങ്ങിലോട്ട് കടക്കുവാണ്. പെട്ടെന്ന് അവന്റെ ഇമാജിനേഷൻ വേൾഡിലോട്ട് പോവുകയാണ്. ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോവുകയാണ്. അവളോട് അവൻ പോവല്ലേ എന്ന് പറയുവാണ്. അത് കണ്ട് കിനോഷിതയും ടീമും നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. ജഡ്ജസിനും വളരെ ഇഷ്ടാവുകയാണ് ആ പെർഫോമൻസ്. കിനോഷിത അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്തായാലും യൂറിയെ കഴിഞ്ഞു ടാമൻ നന്നായിട്ട് ചെയ്യുന്നു പറയുവാണ്. അങ്ങനെ അടുത്ത് ടാമൻ അവിടെ വന്ന് നിൽക്കുവാണ്. അവനും അതേ സ്ക്രിപ്റ്റ് ആയിരിക്കും. അവനും അതേ സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുവാണ്. പക്ഷെ ജഡ്ജസിന് ആർക്കും തന്നെ അവന്റെ ആക്ടിങ് ഇഷ്ടാവില്ല. പക്ഷെ കിനോഷിതയ്ക്കും ടീമിനും മാത്രം അവന്റെ ആക്ടിങ് വളരെ ഇഷ്ടപ്പെടുവാണ്. അങ്ങനെ പോയിന്റ്സ് വരുമ്പോ ഏറ്റവും കുറവ് ടാമനായിരിക്കും. അത് കഴിഞ്ഞ് യൂറി വന്ന് ടാമന്റെ അടുത്ത്, നീ ഇത്രയും ഫെയിലിയർ ആവുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ നിന്റെ ഹൗസ് കീപ്പർ, അവളുടെ ഫേസ് എനിക്കൊന്ന് കാണണമായിരുന്നു ഇപ്പോ. എന്നാ ശരി നാളെ കാണാന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. പെട്ടെന്ന് ടാമന് ആകെ മൂഡ് ഔട്ട് ആവും. അവൻ വീട്ടിൽ പോയിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൻ സ്നേഹിച്ചവർക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ ആ റൂം മുഴുവൻ കൂണുകൊണ്ട് നിറയ്ക്കുവാണ്. പെട്ടെന്ന് ഭൂമി കുലുങ്ങുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കുവാണ്. എന്താ പറ്റിയെന്ന് അറിയവര് നോക്കുമ്പോഴത്തേനും യൂറി വന്ന് ആ കഥവ് ചവിട്ടി പൊട്ടിക്കുവാണ്. പിന്നെയും അയ്യോ ഗൊറില്ല വന്നു എന്ന് പറയുവാണ് ടാമൻ. നീ പ്രദേശം മുഴുവൻ കൂണ് കൊണ്ട് നിറയ്ക്കുകയാണല്ലോ, എന്റെ റൂമിനകത്ത് വരെ കൂണ് മുളയ്ക്കാൻ തുടങ്ങി. അപ്പൊ ടാബൻ എന്നോട് ക്ഷമിക്കൂന്ന് പറഞ്ഞ് അവൻ അവിടെ തലകറങ്ങി വീഴുവാണ്. അപ്പൊ കിനോഷിത, നിന്റെ റൂം ഇതിന്റെ മുകളിലാണോ? എന്താ നിനക്കറിയില്ലേ ഒരു സെന്റർ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ? കിനോഷിത അവൻ പറയുന്നതൊന്നും കേൾക്കാണ്ട് ടാമന്റെ അടുത്ത്, ഗ്ലൂമിഹാര, ഞാൻ ഈ കൂണ് മുഴുവൻ പറിച്ച് വീട് മൊത്തം വൃത്തിയാക്കാം. അത് കേൾക്കുമ്പോ യൂറിക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? അപ്പൊ കിനോഷിത, ഷോ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇന്നും റൗണ്ടുകൾ ഉണ്ടല്ലോ. ആ ഇഡിയറ്റിനെ കൊണ്ടൊന്നും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇല്ല, അവനെ കൊണ്ട് എന്തായാലും ഇതിനൊക്കെ സാധിക്കും. അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലീസ് അവനെ ഇഡിയറ്റ് എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ് കിനോഷിത അവിടുന്ന് പോവുകയാണ്. ആ സമയം യൂറി മനസ്സിൽ എല്ലാരും ടാമിനെ കുറിച്ച് സംസാരിക്കും, അവൻ ഇതാണ് അതാണ് എന്നൊക്കെ. പക്ഷേ ഈ പെണ്ണിന് ശരിക്കും അവന്റെ ക്യാരക്ടർ നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് അവന്റെ
അവന്റെ സൈഡ് നിൽക്കുന്നത്. അങ്ങനെ അവന് ദേഷ്യം കയറിയിട്ട് പെട്ടെന്ന് കിനോഷിതന്റെ കൈനെ പിടിച്ച് വലിക്കുവാണ്. എന്നെ നോക്ക്, ഞാൻ ഈ ടീമിന്റെ സെന്ററായ നീ എന്റെ അടുത്ത് വന്നേക്കണം. അത് കേട്ട് കിനോഷിത നെട്ടുവാണ്. ടാമൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.